ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം ലീവ് കിട്ടിയപ്പം എൻ്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോയതായിരുന്നേ. അമ്മ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചട്നിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും മേശപ്പുറത്ത് പന്നിയിറച്ചി വരട്ടിയത് കണ്ടപ്പോൾ എല്ലാവർക്കും അത് മതിയായിരുന്നു. അതുകൊണ്ട് പാവം ചട്നീനെ ആരും മൈൻഡ് പോലും ചെയ്തില്ല. എന്നാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ചുമ്മാ പറമ്പിലൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയേ. വീട്ടിൻ്റെ സൈഡിലൊരു തോടുണ്ട്. എപ്പോഴും അതിനകത്ത് വെള്ളം ഉണ്ടാവും കേട്ടോ, നല്ല ക്ലിയർ വാട്ടർ. മഴക്കാലമായാലും വേനൽക്കാലമായാലും അതിലെപ്പോഴും വെള്ളം ഉണ്ടാവും. പിള്ളേർക്ക് അമ്മ വീട്ടിൽ വന്നിരിക്കാൻ ഇതുകൊണ്ട് തന്നെ ഇഷ്ടം, വെള്ളത്തിൽ കളിക്കാമല്ലോ. പിന്നെ ഞങ്ങളും കുഞ്ഞായിരുന്നപ്പോൾ ഒത്തിരി കളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവരെ വഴക്ക് പറയാൻ പറ്റില്ല. പിന്നെ അമ്മായിച്ചനും മരുമകനും തമ്മിൽ എന്തോ ചൂടേറെ ചർച്ചയാന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ അതിലൊന്നും തലയിടാൻ പോയില്ല. ഇത് കറിവേപ്പില കണ്ണൂർ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വെച്ചിട്ടുള്ളതാണേ. പിന്നെ നിങ്ങൾ ഷീറ്റടിക്കുന്ന മെഷീൻ വരെയും പുകപ്പുരയൊക്കെ കണ്ടിട്ടുള്ളവരാണോ? കാരണം ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളവർക്കൊന്നും അത്ര വലിയ പരിചയമില്ലാത്ത കാര്യമായിട്ടോ അവരൊക്കെ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കാണുന്നത്. ചേമ്പൊക്കെ ഒത്തിരി ഉണ്ട്, പക്ഷെ പറിച്ചു നോക്കി അതിൻ്റെ അകത്തൊന്നും കാണത്തില്ല അത്ര. എന്തായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോട് പോകാൻ ഇറങ്ങണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തട്ടിയും മുട്ടിയും വൈകുന്നേരം ഒരു 3 മണി 4 മണിയൊക്കെ ആക്കി. ഉച്ചയ്ക്ക് ചോറുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് പയ്യെ പോകാൻ ഇറങ്ങിയേ. ഇനി എപ്പോഴാണ് വരാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും സ്വന്തം വീട്ടിൽ നിൽക്കാൻ വന്നിട്ട് പോകുമ്പോഴൊരു വല്ലാത്തൊരു സങ്കടം. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ, ഒരു വിഷമം. ഓണത്തിന് പനിയായതുകൊണ്ട് വന്ന് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോഴാണ് വരാൻ പറ്റിയതേ. ഇനിയിപ്പോൾ ഞങ്ങൾ പോയി കഴിയുമ്പോൾ അച്ഛനമ്മ പിന്നെ ഒറ്റയ്ക്കാവും. അനിയത്തിക്ക് ഇതുപോലെ ലീവൊക്കെ കിട്ടുമ്പോഴേ വന്ന് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കാവുമ്പോഴുള്ള സങ്കടം അവർക്കും ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാവർക്കും സ്കൂളിലും ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ. ഹനുമാൻ മല ചുമക്കുന്ന പോലെ കിച്ചോട്ട് തണ്ണിമത്തനും എടുത്തിട്ട് വരുന്നത്. എന്തായാലും പയ്യെ പോകാനിറങ്ങി. എല്ലാവരും കെട്ടിപ്പിടുത്തവും ഉമ്മൊടുക്കലും ബൈബർച്ചിലും എല്ലാം കഴിഞ്ഞ് പിന്നെയും പയ്യെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ വരാൻ്റെ ഒരു വഴക്കൊക്കെ കേട്ടപ്പോൾ ഓടി വന്നി വണ്ടി കയറി കേട്ടോ. പിന്നെ എൻ്റെ നാട് എവിടെയാണെന്ന് വെച്ചാൽ കണ്ണൂർ തന്നെ, കോളയാട് ആലച്ചേരി എന്ന് പറയും. ഹസ്ബൻഡിൻ്റെ വീടാണെങ്കിൽ കണ്ണൂർ ടൗണിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഈ കുഞ്ഞു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ കമൻറ്റ് ചെയ്തും ഷെയർ ലൈക്കൊക്കെ ചെയ്തു ഞങ്ങളെയും കൂടെ കൂട്ടുക കേട്ടോ. എങ്കിൽ പിന്നെ കാണാം. ബൈ.